നമ്മൾ പുതിയ ചാപ്റ്റർ ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ ഓക്കെ. ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ പഠിച്ച കുറച്ച് ടേംസ് ഉണ്ട്. ലൈക്ക് അതിൻ്റെ കൂടെ പറയാവുന്ന അല്ലെങ്കിൽ അതിനോട് സിമിലർ ആയിട്ടുള്ള, എന്നാൽ പക്ക സിമിലർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഏറെക്കുറെ ഈ പറഞ്ഞ ചൂടാക്കുക അല്ലെങ്കിൽ തിളപ്പിക്കുക, ബോയിൽ ചെയ്യുക, ദെൻ അതിനെ റിക്കവർ ചെയ്യുക, ആ രീതിയിലുള്ള സോൾവെൻസിനെ റിക്കവർ ചെയ്യുക, ആ രീതിയിലുള്ള ഒരു പ്രൊസീജിയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഡ്രൈയിങ്, ക്രിസ്റ്റലൈസേഷൻ. ഇവാപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയുകയെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ലിക്വിഡ് റെസിഡ്യൂ അല്ലെങ്കിൽ വളരെ ലിക്വിഡ് നേച്ചറുള്ള ലിക്വിഡിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ഇടുക അല്ലെങ്കിൽ കുറുക്കിയെടുക്കുക എന്നൊക്കെ കേട്ടില്ലേ. ഐ മീൻ കോൺസെൻട്രേഷൻ പ്രൊഡക്റ്റാക്കി മാറ്റുക അല്ലെങ്കിൽ റെസിഡ്യൂ ആക്കി മാറ്റുക. ഓക്കെ. പക്ഷെ ഇതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് എപ്പോഴും ഒരു സ്മോൾ എമൗണ്ട് മോയ്സ്ചർ കണ്ടൻറ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ജലാംശം ഉണ്ടായിരിക്കും. ഓക്കെ. പക്ക ഡ്രൈഡ് ആയിരിക്കില്ല ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ. ഓക്കെ. ഡ്രൈയിങ് ആകുമ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് കംപ്ലീറ്റ്ലി ഡ്രൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ ക്രിസ്റ്റൽസ് ആണ് അതിൽ ഫോം ചെയ്യുക. ഈ 3 എണ്ണത്തിലും അതല്ലെങ്കിൽ 4ാമത്തെ എണ്ണത്തിലും ഈ പറഞ്ഞ പോലെ എന്ത് നടക്കുന്നുണ്ട്? ഈ പറഞ്ഞ പോലെ ലിക്വിഡ് ബോയിൽ ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ ബോയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്നിട്ട് അതിൽ നിന്നാണ് ഈ പ്രൊഡക്റ്റിനെ വേർതിരിച്ചെടുക്കുന്നത്. ഓക്കെ. ഈ ഓപ്പറേഷനിലെ ഫൈനൽ പ്രൊഡക്റ്റ് മോയ്സ്ചർ കണ്ടന്റുള്ള ഒരു കോൺസെൻട്രേറ്റഡ് പ്രൊഡക്റ്റ് ആയിരിക്കും, റെസിഡ്യൂ ആയിരിക്കും. ഇതിൽ ഡ്രൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും, ഇതിൽ ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. ഓക്കെ. പക്ഷേ ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതൊരു കൈൻഡ് ഓഫ് ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ ഈസ് യൂസ്ഡ് വെൻ കണ്ടൻസ്ഡ് വേപ്പർ ഈസ് റിക്വയർഡ് ആസ് എ പ്രൊഡക്റ്റ്. ആ കേസിലാണ് നമ്മൾ ഈ ഡിസ്റ്റിലേഷൻ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഡിസ്റ്റിലേഷൻ്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഡിഫൈൻഡ് ആസ് ദി സെപ്പറേഷൻ ഓഫ് ദി കമ്പോണൻസ് ഓഫ് എ ലിക്വിഡ് മിക്സ്ചർ ബൈ എ പ്രോസസ് ഇൻവോൾവിങ് vaporization and subsequent condensation at another place. ഓക്കെ. ഇതാണ് അതിൻ്റെ ഒരു പ്രോപ്പർ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് സെപ്പറേഷൻ ഓഫ് ദി കമ്പോണൻസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നിൽ കൂടുതൽ ഏജൻസ് അതിലുണ്ട്. ഓക്കെ. അപ്പോൾ കമ്പോണൻസ് ഓഫ് എ ലിക്വിഡ് മിക്സ്ചറാണ് അവിടെ. മിക്സ്ചർ ബൈ എ പ്രോസസ്സാണ്. ബൈ എ പ്രോസസ് ഇൻവോൾവിങ്. എന്താ അവിടെ ഇൻവോൾവ് ചെയ്യുന്നത്? വേപ്പറൈസേഷൻ ആൻഡ് സബ്സീക്വൻ്റ് അതിനോട് ഫോളോ ചെയ്ത് വരുന്ന സംഭവം, തുടർച്ചയായി വരുന്നത്, അത് പിന്തുടർച്ചയായി വരുന്ന പ്രോസസ്സ്.
ഓക്കെ, സബ്സീക്വൻറ്റ് കണ്ടൻസേഷൻ. ഓക്കെ, കണ്ടൻസേഷൻ എവിടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്ത്, അതായത് അറ്റ് അതർ പ്ലേസ്. ഓക്കെ, നിങ്ങൾ കണ്ടൻസറൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിലാണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം സെപ്പറേഷൻ ഓഫ് ദി കമ്പോണൻസ് ഓഫ് എ ലിക്വിഡ് മിക്സ്ചർ ബൈ എ പ്രോസസ് ഇൻവോൾവിങ് വേപ്പറൈസേഷൻ ആൻഡ് സബ്സീക്വൻറ്റ് കണ്ടൻസേഷൻ അറ്റ് അനദർ പ്ലേസ്. ഓക്കെ, അറ്റ് അനദർ പ്ലേസ്. ഇതാണ് ഡിസ്റ്റിലേഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും രണ്ട് സ്റ്റെപ്സ് ഉണ്ട്. ബേസിക്കലി 2 steps ആർ ഇൻവോൾവ്ഡ് ഇൻ ദിസ് ഡിസ്റ്റിലേഷൻ പ്രോസസ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൺവേർഷൻ ഓഫ് എ ലിക്വിഡ് into വേപ്പർ ഫേസ്. സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫറാണ്. ട്രാൻസ്ഫറിങ് ദി വേപ്പർ ടു other place and recovering the liquid by condensation. അതായത് നമ്മൾ ആ ഡെഫിനിഷൻ ഇതേപോലെ സ്പ്ലിറ്റ് ആക്കിയിട്ട് 2 സ്റ്റെപ്പാക്കി. ഈ 2 സ്റ്റെപ്പുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഫീഡ് ലിക്വിഡിനെ നമ്മൾ എന്താ പറയുക, ഫീഡ് ലിക്വിഡ് ഈസ് നോൺ ആസ് ഡിസ്റ്റിലന്റ്. അതേപോലെ കണ്ടൻസ്ഡ് ലിക്വിഡ് ഈസ് known as distillate or condensate. ഓക്കെ, ഡിസ്റ്റിലേറ്റ് അല്ലെങ്കിൽ കണ്ടൻസേറ്റ്, അതാണ് കണ്ടൻസ്ഡ് ലിക്വിഡിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2-3 ടെർമിനോളജീസ് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കണം. ഓക്കെ, അത് ഇടയ്ക്ക് വൈവേക്കൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ ഇൻട്രൊഡക്ഷനിൽ വരുന്ന കാര്യങ്ങൾ. ഇതിൽ ലിക്വിഡിൻ്റെ ഒരു പ്രത്യേകതകളുണ്ട്. നമ്മളിപ്പോൾ സെപ്പറേഷൻ ഈസി ആയിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു മിക്സ്ചറിൻ്റെ കാര്യം പറഞ്ഞു. മിക്സ്ചറാണ് എല്ലാറ്റിനും ഇവിടെ. ഓക്കെ, അപ്പോൾ മിക്സ്ചറിൽ ഒരു 1 കമ്പോണൻറ്റ് അത് ഇതേപോലെ വോളട്ടൈൽ നേച്ചർ ആവണം. ഓക്കെ, വോളട്ടൈൽ നേച്ചർ. അപ്പോൾ അതർ കമ്പോണൻറ്റ് അല്ലെങ്കിൽ 2 or more കമ്പോണൻറ്റ് അതേഴ്സ് അത് ഇതേപോലെ നോൺ വോളട്ടൈൽ നേച്ചറാണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എന്ത് വോളട്ടൈൽ കോമ്പൗണ്ട് നമുക്ക് ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം മറ്റേതെല്ലാം ബോയിൽ ചെയ്യുമ്പോഴും അത് ആ ഒരു മിക്സ്ചറിൽ തന്നെ മിക്സ്ചറിൻ്റെ കൂടെ നിൽക്കും. അതൊരിക്കലും സെപ്പറേറ്റ് ചെയ്തിട്ട് പോവില്ല. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കേസുകളിലാണ് നമ്മൾ ഈ ഡിസ്റ്റിലേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രൊസീജിയർ നമ്മൾ കൺസിഡർ ചെയ്യാറ്. ഓക്കെ, ഈ ഇങ്ങനത്തെ സിറ്റുവേഷൻ, അതായത് 1, 2, 3 കമ്പോണൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൽ എ ബി സി, ഈ ബി എന്നുള്ള കമ്പോണൻറ്റ് ഈസിലി വോളട്ടൈൽ നേച്ചറാണെന്നെങ്കിൽ നമുക്കതിനെ എയിൽ നിന്നും അതേപോലെ സിയിൽ നിന്നും പെട്ടെന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതായത് അതിൻ്റെ വോളട്ടാലിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നേച്ചർ ഉള്ളത് കൊണ്ട്. ഓക്കെ,
അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് ഉണ്ട്. ആപ്ലിക്കേഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ സെപ്പറേഷൻ ഓഫ് volatile oil. Separation of volatile oil. Well, volatile oils are separated from cloves, aniseeds, eucalyptus leaves. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ ഈ ഫാർമക്കോഗ്നോസിലൊക്കെ ഫാർമക്കോഗ്നോസി നിങ്ങൾക്ക് ഇയറിൽ പഠിക്കാമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ സാധാരണ നമ്മളെ വീട് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട്, ക്ലോവ്, ഗ്രാമ്പൂ എന്നൊക്കെ കിട്ടും. അതേപോലെ യൂക്കാലിപ്റ്റസ് ഓയിൽ അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ ഈ പറഞ്ഞ പ്ലാൻ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് ഇതേപോലെ വോളട്ടൈൽ ഓയിൽസിനെ സെപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം ബൈ യൂസിങ് സ്റ്റീം ഡിസ്റ്റിലേഷൻ. ഓക്കെ, സ്റ്റീം ഡിസ്റ്റിലേഷൻ വെച്ച് നമുക്ക് ഇതേപോലെ ക്ലോവ്, അതേപോലെ യൂക്കാലിപ്റ്റസ് ഓയിൽ, ദെൻ ഈ പറഞ്ഞ പോലെ അനൈസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഇതേപോലെ വോളട്ടൈൽ ഓയിൽസ് സെപ്പറേറ്റ് ചെയ്യാം. അതൊരു ആപ്ലിക്കേഷനാണ്. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്യൂരിഫിക്കേഷനാണ്. പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് സോൾവൻസ്. ഓക്കെ, അപ്പം അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യാറ് ഈ പറഞ്ഞ ലിക്വിഡ്സ് ഹാവിങ് സിംഗിൾ കമ്പോണൻ്റ് ആസ് എ മേജർ ഫ്രാക്ഷൻ. ഓക്കെ, അതായത് ലിക്വിഡ്സ് ഹാവിങ് സിംഗിൾ component okay as a major fraction. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ സിമ്പിൾ ഡിസ്റ്റിലേഷൻ മെത്തേഡ് ബോയിലിംഗ് പോയിൻ്റ് റേഞ്ച്. ഓക്കെ, ഡിറ്റർമൈനിങ് ദി ബോയിലിംഗ് പോയിൻ്റ് റേഞ്ച്. സിമ്പിൾ ഡിസ്റ്റിലേഷൻ വെച്ച് നമുക്ക് ഒരു ലിക്വിഡിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിൻ്റെ റേഞ്ച് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. സിമ്പിൾ ഡിസ്റ്റിലേഷൻ പറഞ്ഞത് ഒരു വൺ ഓഫ് ദി മെത്തേഡാണ്. ഈ പറഞ്ഞ പോലെ ഡിസ്റ്റിലേഷൻ എന്നുള്ള പ്രൊസീജിയറിൽ ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് പ്യൂരിഫിക്കേഷനിൽ വരുന്നത്. ദെൻ പറയുകയാണെങ്കിൽ മാനുഫാക്ചറിങ് ഓഫ് ഒഫീഷ്യൽ പ്രിപ്പറേഷൻ. അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അരോമാറ്റിക് സ്പിരിറ്റ് ഓഫ് അമോണിയ അത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഈ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട് ബൈ യൂസിങ് സിമ്പിൾ ഡിസ്റ്റിലേഷൻ മെത്തേഡ്. ദെൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റിൽഡ് വാട്ടർ, അതേപോലെ വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ, ഇതെല്ലാം ഈ ഡിസ്റ്റിലേഷൻ എന്നുള്ള ഒരു മെത്തേഡ് വഴി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫാർമക്കോപിയയിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആൻഡ് കൺവേർഷൻ ഡിസ്റ്റിലേഷൻ മെത്തേഡ്സാണ് ഈ മാനുഫാക്ചറിങ് ഓഫ് ഒഫീഷ്യൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നാമത്തെ മെത്തേഡ് നമ്മൾ പറഞ്ഞത്. ഇനി ഫോർത്ത് വൺ എന്ന് പറഞ്ഞത് റിഫൈനിങ് ഓഫ്
പെട്രോളിയം പ്രൊഡക്ട്സ്. ഓക്കെ, നിങ്ങൾ ഓയിൽ റിഫൈനറീസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഓയിൽ റിഫൈനറി എന്നൊക്കെ ഈ പറഞ്ഞ പോലെ റിലയൻസിൻ്റെയും അങ്ങനത്തെ വലിയ മൊബൈൽ വൺ ഷെൽ എന്നൊക്കെ കേട്ട് വലിയ വലിയ കമ്പനികൾ. അപ്പോൾ അവിടെ ഈ ഓയിൽ റിഫൈനറീസിൽ ഇതേപോലെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യാറുണ്ട്, ഫ്ലാഷ് ഡിസ്റ്റിലേഷനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പറയുമ്പോൾ ആംശിക സ്വേദനം എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ പെട്രോളിയം ഇൻഡസ്ട്രിയിൽ നമ്മൾ ഈ ക്രൂഡ് ഓയിലുണ്ട് അല്ലേ, ക്രൂഡ് ഓയിലിനാണ് ഇതേപോലെ വില പറയാറ്. ആ ക്രൂഡ് ഓയിലിൽ നിന്ന് നമുക്ക് പെട്രോള്, അതേപോലെ ഡീസൽ, അങ്ങനെ പല വകഭേദങ്ങൾ, പല രീതിയിലുള്ള ക്രൂഡ് ഓയിൽ പ്രൊഡക്ട്സ് നമുക്കതിന് സെപ്പറേറ്റ് ചെയ്തിട്ട് കഴിയാം. ഓക്കെ, ക്രൂഡ് ഓയിലിൽ നിന്ന്. അപ്പോൾ അത് ഇതേപോലെ ഫ്ലാഷ് ഡിസ്റ്റിലേഷനും അതേപോലെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനൊക്കെ വഴിയാണ് സെപ്പറേറ്റ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എക്സാമ്പിൾസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പെട്രോളിയം ഈതറൊക്കെ ആ രീതിയിൽ നിന്ന് എടുക്കുന്നതാണ്. അതായത് പെട്രോളിയം ഈതർ 60, അതേപോലെ 80 ഒക്കെ പെട്രോളിയം ഈതർ. നമ്മൾ ഫാർമസി ഗ്രേഡിൽ പറയുമ്പോൾ ഈ കാര്യം പറയാം. ഓക്കെ, അപ്പോൾ ഇത് റിഫൈനിങ് ഓഫ് പെട്രോളിയം പ്രൊഡക്ട്സ്, അത് ഒരു ആപ്ലിക്കേഷനാണ്. ദെൻ പറയുകയാണെങ്കിൽ റിക്കവറി ഓഫ് സോൾവെൻറ്റ്സ്. അപ്പോൾ സോൾവെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പല ടൈപ്പ് ഓഫ് സോൾവെൻറ്റ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എക്സ്ട്രാക്ഷൻ ഓഫ് ഡ്രഗ്സ് ഫ്രം പ്ലാന്റ് പാർട്സ് ആൻഡ് സിന്തറ്റിക് റിയാക്ഷൻ മിക്സ്ചർ. ഓക്കെ, അപ്പോൾ ഈ പ്ലാന്റ് പാർട്സിൽ നിന്ന് ഈ പറഞ്ഞ നമുക്ക് ആവശ്യമുള്ള കോൺസ്റ്റിറ്റ്യുവൻസിനെ, ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസിനെ അല്ലെങ്കിൽ അങ്ങനത്തെ മെറ്റീരിയൽസിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോൾവെൻറ്റ്സ് ക്യാൻ ബി യൂസ്ഡ്. ഓക്കെ, അപ്പോൾ ദീസ് സോൾവെൻറ്റ്സ് അത് മേ ബി വളരെ കോസ്റ്റ്ലി ആയിരിക്കുക, അല്ലെങ്കിൽ ആ രീതിയിൽ എന്താ പറയുക വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിലുണ്ടാവും. അപ്പോൾ മെയിനായിട്ട് അതിൻ്റെ കോസ്റ്റിനെ നമുക്ക് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദീസ് ടൈപ്പ് ഓഫ് സോൾവെൻറ്റ്സ് ക്യാൻ ബി റിക്കവേർഡ് അല്ലെങ്കിൽ മസ്റ്റ് ബി റിക്കവേർഡ് ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് എൻവിയോൺമെൻറ്റൽ കണ്ടാമിനേഷൻ ഓൾസോ. ഓക്കെ, എൻവിയോൺമെൻറ്റൽ കണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യുക, പ്ലസ് അതേപോലെ അത് റീസൈക്കിൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു പരിധി വരെ നമുക്കത് ആ രീതിയിൽ അതിൻ്റെ കോസ്റ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൂടി നമുക്ക് പരിഗണിക്കാൻ പറ്റും. ഓക്കെ, അപ്പം സോൾവെൻറ്റ്സ് ക്യാൻ ബി recycled for what? Recycled for further use. അതേപോലെ പ്രിവെൻഷൻ ഓഫ് എൻവിയോൺമെൻറ്റൽ കണ്ടാമിനേഷൻ. ഓക്കെ, നമുക്കറിയാം ഈ പറഞ്ഞ ബെൻസീന്, കാർബൺ ടെട്രാക്ലോറൈഡ് പോലത്തെ സാധനങ്ങൾ, ക്ലോറോഫോംസൊക്കെ നമുക്ക് പല രീതിയിലുള്ള ഹ്യൂമൻ ഹസാർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, അതിൻ്റെ ഉപയോഗം നമ്മൾ കുറച്ച് റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ കൺട്രോൾ മെഷേഴ്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ അത് ആ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ അതുകൊണ്ടുള്ള അപകടങ്ങൾ കുറയ്ക്കുകയും ചെയ്യാം, പ്ലസ് അത് റീയൂസ് ചെയ്യുന്നത് കൊണ്ട് കോസ്റ്റ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് റിക്കവറി ഓഫ് സോൾവെൻറ്റ്സ്. ഇനി വരുന്നതാണ് ക്വാളിറ്റി കൺട്രോൾ മെത്തേഡ്, QC എന്ന് പറയും, ക്വാളിറ്റി കൺട്രോൾ മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റിലേഷൻ മെത്തേഡാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഡിറ്റർമൈനിങ് ആൽക്കഹോൾ കണ്ടൻറ്റ്, ഡിറ്റർമിനേഷൻ ഓഫ് ആൽക്കഹോൾ കണ്ടൻറ്റ്. ഓക്കെ, അത് നമ്മൾ നോക്കാം. ഇവിടെ പിന്നെ ലിക്വിഡ് ഡോസേജ് ഫോം, അതായത് ലിക്വിഡ് ഡോസേജ് ഫോമിലുള്ള ആൽക്കഹോൾ കണ്ടൻറ്റ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഡിസ്റ്റിലേഷൻ എന്നുള്ള പ്രോസസ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് എവിടെ വരുന്നതെങ്കിൽ QCയിലാണ്, ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിലൊക്കെ. അപ്പോൾ അതോടെ അങ്ങനെ വരുന്നത്. അപ്പോൾ ആൽക്കഹോളുള്ള ഡോസേജ് ഫോംസ് നമ്മൾ പറഞ്ഞു. ഡോസേജ് ഫോംസ് എന്ന് പറയുമ്പോൾ ആൽക്കഹോളുള്ള ഡോസേജ് ഫോംസ് എന്ന് പറയുന്നത് എലിക്സറൊക്കെയാണ്.
എലിക്സേഴ്സ് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ കേട്ടിട്ടുണ്ടായിരിക്കും. എലിക്സർ, അതേപോലെ അത്തരത്തിലുള്ള ടേംസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഡിറ്റർമിനേഷൻ ഓഫ് ആൽക്കഹോൾ കണ്ടൻറ്റ് ഓഫ് എ ലിക്വിഡ് ഡോസേജ് ഫോം. അത് അതിൻ്റെ 6th ആപ്ലിക്കേഷനായിട്ട് പറയാവുന്നതാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്ന ഒരു 5-6 ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ കൂടെ തന്നെ ഈ പ്ലാന്റ് അതേപോലെ അനിമൽ സോഴ്സിൽ നിന്നൊക്കെ നമ്മൾ ഈ ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഡിസ്റ്റിലേഷൻ എന്നുള്ള പ്രൊസീജിയർ യൂസ് ചെയ്യാറുണ്ട്. പ്ലാന്റ് ആൻഡ് അനിമൽ സോഴ്സിൽ നിന്ന്. ഓക്കെ, പ്ലാന്റ് ആൻഡ് അനിമൽ സോഴ്സിൽ നിന്ന്. പ്ലാന്റ് ആൻഡ് അനിമൽ സോഴ്സ്. ഓക്കെ, നിങ്ങൾ ഈ മാസിറേഷൻ, പെർക്കുലേഷൻ എന്നൊക്കെ നിങ്ങൾ ഇപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. മാസിറേഷൻ, പെർക്കുലേഷൻ. അപ്പോൾ ആ മെത്തേഡ്സൊക്കെ വെച്ചിട്ടാണ് ഈ പറഞ്ഞ പോലെ ആക്റ്റീവ് കോൺസ്റ്റൻസിനെ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ എ കേട്ടിട്ടുണ്ട്. വൈറ്റമിൻ എ അത് ഇതേപോലെ ഈ പറഞ്ഞ ഫിഷ് ലിവർ ഓയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് ഈ പറഞ്ഞ പോലെ മോളിക്കുലാർ ഡിസ്റ്റിലേഷൻ വഴിയാണ്. ഓക്കെ, മോളിക്കുലാർ ഡിസ്റ്റിലേഷൻ വഴിയാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ പ്യൂരിഫിക്കേഷന് വേണ്ടി ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു 3 മാർക്കിന് ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ ഒരു 5-6 ആപ്ലിക്കേഷൻസ് വിത്ത് എക്സാമ്പിൾസ് വെച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ് ഇപ്പോഴും ചോദിക്കാറുള്ളതാണ്, 3 മാർക്കിന് ചോദിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാറ്റിൻ്റെ ആപ്ലിക്കേഷൻസ് ആ രീതിയിൽ പഠിക്കുക. അപ്പോൾ ഇതാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഡിസ്റ്റിലേഷൻ ആൻഡ് ഡിസ്റ്റിലേഷൻ. ഇതാണ് ഡിസ്റ്റിലേഷൻ്റെ ഇൻട്രോ ആൻഡ് അതിൻ്റെ അപ്ലിക്കേഷൻസ്. ഓക്കെ, താങ്ക് യു.